ജിലേബിയും ഇല്ലാത്തൊരു ബേക്കറി. കേൾക്കുമ്പോൾ കുറച്ച് അത്ഭുതം തോന്നില്ലേ? പക്ഷേ കൊച്ചിക്കാർക്ക് അത്ഭുതമല്ല. ലഡുവും ജിലേബിയും ഇല്ലെങ്കിലും വെറൈറ്റീസ് ഓഫ് കുക്കീസും പേസ്ട്രീസും കേക്ക്സും ഒക്കെ കൊണ്ട് കൊച്ചിക്കാരുടെ വയറും മനസ്സും നിറച്ചിട്ടുള്ള ലെറ്റ്സ് ഈറ്റ് ബേക്കറിയിലാണ് ഇന്ന് നമ്മളുള്ളത്. അപ്പോൾ ലെറ്റ്സ് ഈറ്റ് ബേക്കറിയുടെ അകത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നിച്ച് എക്സ്പ്ലോർ ചെയ്യാം. കമ്മ. ഈ കാണുന്നതാണ് ഇവിടുത്തെ വെറൈറ്റീസ് ഓഫ് പ്രീമിയം കുക്കീസ് എന്ന് പറയുന്നത്. ചോക്ലേറ്റ് കുക്കീസ് ഉണ്ട്, ബട്ടർ കുക്കീസ് ഉണ്ട്, സ്പൈസസ് ഉണ്ട്, വീറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കുക്കീസ് ഇവിടെ ഉണ്ട്. അടുത്തൊരു സെക്ഷനിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കേക്ക്സും പേസ്ട്രീസും ആണ്. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങൾ അത് നമ്മുടെ രീതിയിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഹാമ്പറായിട്ട് ഇവർ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ലെറ്റ്സ് ഈറ്റിലെ ബേക്കറി ഐറ്റംസിനെ കുറിച്ചൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടു, ഒരുപാട് സംസാരിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇനി ലെറ്റ്സ് ഈറ്റ് ബേക്കറിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഇതിൻ്റെ ചെയർമാനോട് ചോദിക്കാം. ചോദിക്കട്ടെ, ഈ ലഡുവും ജിലേബിയും ഇല്ലാത്തൊരു ബേക്കറി, എല്ലാ ബേക്കറിയിലും നമ്മൾ കാണുന്നതാണ് ലഡുവും ജിലേബിയും. അപ്പോൾ എന്താണ് ലഡുവും ജിലേബിയും പറയുന്നതിൽ തന്നെ നമ്മുടെ ഇതിന് ആൻസർ ഉണ്ട്. എല്ലാ ബേക്കറികളിലും കാണുന്നതാണ് ലഡുവും ജിലേബി. ഇവിടെ ഞങ്ങൾ ലഡുവും ജിലേബി വയ്ക്കുന്നില്ല. നമുക്ക് വീടുകളിലേക്ക് ആവശ്യമുള്ള ഒരുപാട് പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട്. കാരണം ഒരുപാട് നൂറുകണക്കിന് നമ്മുടെ കുക്കീസുകളുണ്ട്, പേസ്ട്രി ഉണ്ട്, ബാക്കി ഒരുപാട് പ്രൊഡക്റ്റ് വേറെ ബേക്കറികളിൽ കിട്ടാത്ത തന്നെ ഒരുപാട് പ്രൊഡക്റ്റ് ഇവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ ഒരാൾ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. ഒരു കുക്കീസൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സാമ്പിൾ നമ്മൾ കൊടുക്കും അവർക്ക്. കാരണം സാമ്പിൾ കൊടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല സ്ഥലത്തും നമ്മളൊക്കെ കുറേ യാത്ര ചെയ്യുന്ന ആളുകളാണ്. യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലത്തുനിന്ന് സാധനം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ അത് നല്ലതായിരിക്കും, ചിലപ്പോൾ അത് ഫ്ലോപ്പായിരിക്കും. പക്ഷേ ഇത് ആളുകൾക്ക് വന്ന് കഴിച്ചിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ച് പോകാം എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ലെറ്റ്സ് ഈറ്റ് ബേക്കേഴ്സിൻ്റെ പ്രത്യേകതയാണ്. എല്ലാ പ്രൊഡക്റ്റും ഒരേപോലെ. കാരണം പല നമ്മളൊരു ഇത്രയും പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും ഒരെണ്ണത്തിന് പകരം ഒരുപാട് ടേസ്റ്റുകളുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും വ്യത്യസ്തമായ ടേസ്റ്റുകളും വ്യത്യസ്തമായ രുചികളാണ്. അത് നട്ട്സും പല പല നട്ട്സുകൾ ഇട്ടിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മുടെ ഉള്ളത്. നമ്മൾ അടുത്ത് തന്നെ നമ്മുടെ മെയിൻ കിച്ചൺ ഉണ്ട്. ഒരു 10,000 സ്ക്വയർ ഫീറ്റുള്ള കിച്ചണാണ്. നമ്മുടെ എല്ലാ ഷോപ്പിലേക്കും നമ്മുടെ ഓൺ ഫാക്ടറിയിൽ നിന്നാണ് പോകുന്നത്. നമ്മുടെ ഫാക്ടറിയിൽ തന്നെ R&D ടീംസ് ഉണ്ട്. R&D ടീംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓരോ പ്രൊഡക്റ്റുകൾ കണ്ടുപിടിക്കും, നമ്മൾ ടെസ്റ്റ് ചെയ്യും. നമ്മുടെ ഒരു 10-100 സ്റ്റാഫുകളുണ്ട്, അവരെ കൊണ്ട് ടെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷോപ്പിലേക്ക് വയ്ക്കാറുള്ളൂ. അങ്ങനെ അത്രയും ക്വാളിറ്റി ആയിട്ട് തന്നെ ഷോപ്പിലേക്ക് വെച്ചിട്ട് ഒരു കസ്റ്റമർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊരു ഹാപ്പി ആവണം. അതുകൊണ്ട് നമ്മൾ സന്തോഷമായിട്ട് നമ്മൾ പല സ്ഥലത്തും പോയി പലതും കഴിക്കാറുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഓരോ പ്രൊഡക്റ്റും ക്വാളിറ്റി ഉണ്ടാവണം എന്ന് നിർബന്ധം നമുക്കുണ്ട്. നമ്മുടെ എല്ലാ ലെറ്റ്സ് ഈറ്റ് ബേക്കേഴ്സിലും ടീ ഷോപ്പ് പുറത്ത് ഉണ്ട്. നമ്മൾ കണ്ണൂർ സ്നാക്സ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ അവിടെ ഇത് ചെയ്യുന്നത്. ബേക്കിംഗ് പ്രൊഡക്റ്റുകൾ നമ്മുടെ ഷോറൂമിലും കണ്ണൂർ സ്നാക്സ് പുറത്ത് വയ്ക്കുന്നു. പിന്നെ അതുപോലെ ഷവർമയും അൽഫാമും ടിക്കയും നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇതാണ് ലെറ്റ്സ് ഈറ്റിൻ്റെ പുറത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫുഡ് കോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ഡിഷസ് അവൈലബിൾ ആണ്. അതിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ലെറ്റ്സ് ഈറ്റിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള അൽഫാമും ബീഫ് മരിയും ചിക്കൻ ടിക്കയാണ്. ഒപ്പം ഒരു പൈനാപ്പിൾ ജ്യൂസും ഫലൂഡയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് ഈറ്റിൽ മാത്രമാണ് ഞാൻ ഈ ഒരു ഡിഷ് കേട്ടുള്ളത്, ബീഫ് മരിയ. ആ പേര് പോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. റൊട്ടിയുടെ ഉള്ളിൽ ബീഫ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ഡിഷാണിത്.